ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ദോശയും എല്ലാം കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ 3 തേങ്ങ എന്ന് പറയുന്നത് ഞാൻ ഈ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഞാൻ ആക്കാത്തതാണ്. അത് കണ്ടോ പല വിധത്തിൽ കിടക്കുന്നത്. അതെ, അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്, ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇനി അങ്ങനെ ചെയ്യാനുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. പിന്നെ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് വേണ്ടത്. ഇതൊരു 3-4 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകാണ്. ഒരു 2 ടീസ്പൂൺ കുരുമുളക് വേണം. പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും ഒരു നെല്ലിക്ക വലുപ്പം അല്ലെങ്കിൽ നാരങ്ങ വലുപ്പത്തിൽ പുളി വേണം, വാളംപുളി വേണം. വെളുത്തുള്ളി ഇതിലും കുറച്ചുകൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഇത് ഞാനൊരു 10-20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കാരണം കുരുമുളകിൻ്റെ ഇഞ്ചിൻ്റെ എല്ലാം എരിവ് വരുന്നതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് ഉഴുന്നാണ്. ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് വേണം. കുറച്ച് ചെറിയ ഉള്ളി വേണം. ഇതൊന്ന് ചതച്ചെടുത്ത് വരണം നമുക്ക്. പിന്നെ വേണ്ടത് നിറയെ കറിവേപ്പിലയാണ്. കണ്ടോ, നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്ത് വരാം. ഒരുപാട് അരിഞ്ഞൊന്നും പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുള്ളൂ. അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ എടുക്കുക. പിന്നെ പുളി നമുക്ക് ആ സമയത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. ലാസ്റ്റ് ചെറുതാക്കി എടുക്കണം. ഇത് വലിയ വലിയ കഷ്ണങ്ങളാണെങ്കിൽ കുരുവൊന്നുമില്ലാതെ കുഞ്ഞു പീസാക്കി ഇട്ടിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ഇത് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. ചിലർ ഇതിനകത്ത് ഒരു സ്പൂണ് മല്ലി ഒക്കെ ചേർക്കാറുണ്ട്, ഞാനിത് ചേർക്കാറില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ. പിന്നെ വറ്റൽമുളക് ഇടാൻ ഇഷ്ടപ്പെടാത്തവർ, ഇങ്ങനത്തെ മുളക് ഇടാൻ ഇഷ്ടപ്പെടാത്തവർ പൊടി വേണമെങ്കിലും ചേർക്കുക. ഇത് ഇടാൻ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പൊടി ചേർക്കുക. ആ പൊടി ചേർക്കുന്നത് നമ്മളുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം മാത്രം ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. അല്ലാതെ സ്റ്റാർട്ടിങ്ങിലൊന്നും പൊടി ചേർത്ത് വറക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത് വറ്റൽമുളക് ചേർക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ തേങ്ങ ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീയൊന്നും ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മളുടെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ ചതച്ച് വെച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പൊത്താം. നന്നായിട്ട് ചേർത്ത് കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം കുറച്ച് നേരം ഇത് ഒരു 5-10 മിനിറ്റ് ഇതിവിടെ വെക്കാം നമുക്ക്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ട്. ഇനി നല്ല തീയിൽ ഇത് കുറച്ച് നേരം ഒന്ന് ആദ്യം വറുത്തെടുക്കണം. നിർത്താതെ ഇളക്കണം, കാരണം അടിയിലൊന്നും പിടിക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ ഇതൊന്നും ആവില്ല, എന്നാലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഹൈ സ്പീഡിൽ ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിൽ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ എരിവൊക്കെ ഇത് തേങ്ങയെല്ലാം വറുത്ത് വരുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 3 തേങ്ങ 4 തേങ്ങയൊക്കെ ഇട്ടാലും നമുക്കതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ ഇത് വറുത്ത് വരുന്ന സമയത്ത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളകെല്ലാം നിങ്ങൾ പാകത്തിന് ചേർക്കുക. ഇതൊന്ന് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറക്റ്റ് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടപ്പോൾ ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് എത്ര നേരം വേണ്ടി വരുമെന്ന് ഞാൻ പറയാം. ഞാനൊന്ന് വറക്കട്ടെ. എന്തായാലും ഒരു 10-20 മിനിറ്റ് ഇളക്കേണ്ടി വരും. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
നന്നായിട്ട് നമ്മളെ കൈ വേദനയാവും. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടിയൊക്കെ ഒന്ന് ഇളക്കി തരാൻ പറഞ്ഞാൽ നല്ലതാണ്. അല്ല അത്രയും നേരം അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മുളകും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. മുളകും കൂടി ഒന്ന് നല്ല ക്രിസ്പിയായി വരേണ്ടത് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ മുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മുളക് എടുത്തിട്ടുള്ളൂ, കാരണം കുരുമുളക്, ഇഞ്ചി അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് എരിവുണ്ടാവും. പിന്നെ ലാസ്റ്റ് നമുക്കൊരു കളറിന് വേണമെങ്കിൽ ഇത്തിരി കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിൽ കാണുമോയെന്നറിയില്ല, പക്ഷേ നന്നായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണെന്ന് അറിയാലോ. ഈ സമയത്ത് കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് 25 മിനിറ്റോളം ഞാനിപ്പോൾ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ടും ഒന്നും ആയിട്ടില്ല. അതാ ഇനിയും കാൽഭാഗം ഫ്രൈ ആയി വരാനുണ്ട്. ഇത് നന്നായിട്ട് ചുവന്ന് വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചുവന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് ഇനി ഒന്നുകൂടി ആവേണ്ടി വരും. ഇനി നമ്മൾ എടുത്തു വെച്ച പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിച്ചിട്ടതാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ചുവന്ന കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഇതിൽ കിടന്നും ഒന്ന് ആവും. അപ്പം ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റായി. കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടി ഞാനൊരു സ്പൂണ് കശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ ഞാനിതാ അത് മിക്സിയിൽ പൊടിച്ച് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് പൊടിച്ചതാ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനാണ് ഞാനിതിപ്പോൾ കുപ്പിയിലാക്കി വെച്ചത്. ഇത് ഈ പാകത്തിനാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരുപാട് പൊടിഞ്ഞു പോവരുത്, ഇങ്ങനെ അരഞ്ഞു പോവരുത്. കാരണം ഇത് ചൂടിൽ അരയ്ക്കുകയാണെങ്കിൽ കുറച്ചിങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആവരുത്. ഒന്ന് തണുത്ത് വരുമ്പോൾ അത് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുണ്ടെങ്കിൽ നമുക്ക് ദോശയോ ചപ്പാത്തിയോ വേറെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസം. ഇഡ്ഡലിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത്. പലരും പല വിധത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സാധാരണ വീട്ടിലിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്